പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അതേ, വലുതും വിശാലവും വാതിൽ തുറന്നു, എൻ ദൈവം മുന്നിൽ നടക്കുന്നു. അടഞ്ഞ വഴികൾ മാറിപ്പോകുന്നു, പുതിയ കാലം ആരംഭിക്കുന്നു. ഭയത്തിന്റെ ചങ്ങലകൾ പൊളിഞ്ഞിടുന്നു, നിരാശയുടെ രാത്രി അകലുന്നു. യേശു എൻ മുൻപിൽ വാതിലാകുന്നു. ഞാൻ ജീവൻ എന്റെ ഉള്ളിൽ ഒഴുകുന്നു. രാവും പകലും തുറന്ന വാതിൽ, കൃപയുടെ വഴി ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ഈ ജീവിതം ഇനി പഴയതല്ല, എൻ ദൈവം എന്നെ ഉയർത്തുന്നു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ആമേൻ. ജീസസ്. വലുതും വിശാലവും വാതിൽ തുറന്നു, എൻ ദൈവം മുന്നിൽ നടക്കുന്നു. അടഞ്ഞ വഴികൾ മാടിപ്പോകുന്നു, പുതിയ കാലം ആരംഭിക്കുന്നു. ഭയത്തിന്റെ ചങ്ങലകൾ പൊളിഞ്ഞിടുന്നു, നിരാശയുടെ രാത്രി അകലുന്നു. യേശു എൻ മുമ്പിൽ വാതിലാകുന്നു, ജീവൻ എന്നുള്ളിൽ ഒഴുകുന്നു. രാവും പകലും തുറന്ന വാതിൽ, കൃപയുടെ വഴി ഞാൻ കാണുന്നു. ഈ ജീവിതം ഇനി പഴയതല്ലേ, എൻ ദൈവം എന്നെ ഉയർത്തുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് നാം കേട്ട ഈ പാട്ടിന്റെ വരികൾ പോലെ നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനിടയാകും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന്, പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് നാം ജീവിക്കുന്നത് ആമേൻ വാതിലുകൾ തുറക്കപ്പെടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ചിന്ത ആമേൻ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി അതേ വാതിലുകൾ തുറക്കപ്പെടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ആമേൻ ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത്. ആമേൻ. ഏതൊക്കെ വാതിലുകൾ തുറക്കപ്പെടണം? ആമേൻ. ചിലർ പറയുന്നു, അതെ, ജോലിയുടെ വാതിലുകൾ എനിക്കായി തുറക്കപ്പെടണം. പഠിച്ചിട്ടും ജോലിയില്ലാതായിരിക്കുന്ന ആമേൻ അനേക തലമുറകൾ, ആമേൻ, അതെ, ജോലിയുടെ വാതിൽ എനിക്കായി തുറക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതെ, സാമ്പത്തികത്തിന്റെ ആമേൻ വാതിലുകൾ, ഹല്ലേലൂയ, അതെ, നന്മയുടെ വാതിലുകൾ എനിക്കായി തുറക്കപ്പെടണമേ എന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്. ആമേൻ. വിവാഹത്തിന്റെ വാതിൽ എനിക്കായി തുറക്കപ്പെടണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ശുശ്രൂഷയുടെ വാതിൽ എനിക്ക് മുമ്പിൽ തുറക്കപ്പെടണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒരു മുന്നേറ്റം എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ എല്ലാവരും ഉള്ളിൽ ചോദിക്കുന്നു, ഹല്ലേലൂയ, അതെ, എന്റെ ജീവിതത്തിൽ ഒരു നല്ല വാതിൽ തുറക്കുമോ? ഹല്ലേലൂയ. ആമേൻ. ഒരു നല്ല നാളെ എന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഉണ്ടാകുമോ? ആമേൻ. എന്റെ ജീവിതത്തിൽ ഒരു നല്ല വാതിൽ തുറക്കുമോ? ഇന്ന് രാത്രിയിൽ ആമേൻ ശുശ്രൂഷയിൽ ആമേൻ ഒരു മുന്നേറ്റം, വിവാഹ ജീവിതത്തിനകത്ത് ആമേൻ ഒരു ആമേൻ അതേ സന്തോഷകരമായ അനുഭവം, ആമേൻ സാമ്പത്തിക മേഖലകളിൽ ഒരു ഓപ്പണിംഗ്, ജോലി മേഖലയിൽ ഒരു ആമേൻ ഓപ്പണിംഗ് ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി സഭയെ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. പക്ഷേ എല്ലാ തുറന്ന വാതിലും ദൈവത്തിൽ നിന്നുള്ളതല്ല. ആമേൻ. ഇന്നത്തെ സന്ദേശം ആമേൻ ഭയപ്പെടുത്തുവാനല്ല, കുറ്റപ്പെടുത്തുവാനല്ല, അത് ജീവൻ രക്ഷിക്കാനാണ്. ഹല്ലേലൂയ. ആമേൻ. നിത്യതയെ ആമേൻ ഹല്ലേലൂയ തുറന്നു കാണിക്കുന്ന ഹല്ലേലൂയ ആമേൻ അതേ ഒരു രാത്രി ഹല്ലേലൂയ നിത്യ ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും അതേ നയിക്കുന്ന ദൈവിക വചനത്തിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. അതേ നാശത്തിലേക്കുള്ള വാതിൽ ആമേൻ ഹല്ലേലൂയ, അതേ നിത്യജീവനിലേക്കുള്ള വാതിൽ ഹല്ലേലൂയ ആമേൻ. അതേ തിരിച്ചറിയാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഹല്ലേലൂയ. നിത്യനാശത്തിലേക്കുള്ള വാതിലാണോ തുറക്കപ്പെടേണ്ടത്? ആമേൻ. നിത്യജീവനിലേക്കുള്ള വഴിയാണോ തുറക്കപ്പെടേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് ഇടപെടുവാൻ പോകുകയാണ്, നമ്മോട് സംസാരിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ഏത് വാതിലാണ് തുറക്കപ്പെടേണ്ടത്? നിത്യജീവനിലേക്കുള്ള വഴിയോ നിത്യനാശത്തിലേക്കുള്ള വഴിയോ? ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദ പുസ്തകത്തിൽ ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-10 വാക്യമാണ് ചിന്തിപ്പാൻ കർത്താവ് നൽകിയിരിക്കുന്നത്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ ഉറങ്ങാതെ കണ്ട് ആമേൻ ദൈവ ശബ്ദം കേൾക്കുവാൻ കാതോർക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന ആമേൻ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, വിശുദ്ധിക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ആമേൻ വേർപാടിനു വേണ്ടി, ആമേൻ അതേ ജീവിതം നയിക്കുന്നവരെ ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ. ഒന്ന് വായിച്ചാലും ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രി നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഒരു നന്മയും കുറയാതെ കണ്ട് ആമേൻ നിനക്ക് നൽകുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. നിന്റെ നന്മയെ മുടക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന മേഖലകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ മക്കളെ ദാരിദ്ര്യത്തിലേക്കും നിരാശയിലേക്കും പരാജയത്തിലേക്കും വിളിച്ചിട്ടില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ പരാജയത്തിലായിരിക്കുന്നവരാകാം, ദാരിദ്ര്യത്തിലായിരിക്കുന്നവരാകാം, നിരാശയിലായിരിക്കുന്നവരാകാം. ആമേൻ. ഈ ലൈവിൽ ആമേൻ ശ്രദ്ധിക്കുന്നത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതേ പറയുന്നു, ദൈവം തന്റെ മക്കളെ ദാരിദ്ര്യത്തിലേക്കും നിരാശയിലേക്കും പരാജയത്തിലേക്കും വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവം നന്മ നൽകും. ആമേൻ. സന്തോഷമുള്ളവർ അക്കരമടിച്ച് ഇരിക്കുന്ന ഇരുപ്പിൽ ഇരുന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഈ ഭൂമിയിൽ ദൈവം നന്മ നൽകും. ആമേൻ. ആവശ്യങ്ങൾ നിറവേറ്റും. ആമേൻ. വഴി തുറക്കും. ഹല്ലേലൂയ. പക്ഷേ ശ്രദ്ധിക്കണമേ, ആമേൻ, ദൈവത്തിന്റെ നന്മ ഹല്ലേലൂയ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന നന്മയല്ല. ആമേൻ. ദൈവത്തിന്റെ നന്മ അത് നിത്യജീവൻ മോഷ്ടിക്കുന്ന നന്മ അല്ല. ഹല്ലേലൂയ. ആമേൻ. 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിന് വേണ്ടിയല്ല ദൈവം ഈ ഭൂമിയിൽ നന്മ നൽകി തരുന്നത്. ആമേൻ. നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ കൂടപ്പറപ്പിന് വേണ്ടി നന്മയുടെ വാതിലുകളെ തുറക്കുന്നത് ആമേൻ ഇവിടം കൊണ്ട് ആമേൻ ജീവിതം അവസാനിക്കുവാനല്ല, ദൈവം നൽകുന്ന നന്മയെ അനുഭവിച്ച് നീ നിത്യതയിലെത്തുവാനാണ്. പ്രൈസ് ദി
the Lord. Hallelujah. ആമേൻ. ആത്മാവിനെ കൊല്ലുന്ന അനുഗ്രഹമല്ല, ആമേൻ, നന്മയുടെ പേരിൽ വരുന്ന അപകടം. Praise the Lord. ഇന്ന് ആമേൻ ലോകത്തിൽ ആമേൻ ആഗോള വ്യാപകമായി ആമേൻ നാം ഒന്ന് ആമേൻ ഇരുന്ന് ആമേൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ അനേകരുടെ ജീവനെ അപഹരിക്കത്തക്ക വിധത്തിൽ, അനേകരുടെ നിത്യതയെ നഷ്ടമാക്കത്തക്ക വിധത്തിൽ ആമേൻ ലോകം മുഴുവനും നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് ആമേൻ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന നന്മയല്ല, ആത്മാവിനെ കൊല്ലുന്ന അനുഗ്രഹവുമല്ല, നന്മയുടെ പേരിൽ വരുന്ന അപകടവുമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മത്തായി സുവിശേഷം 16-ാം അധ്യായം ആമേൻ 26-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ ആമേൻ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവന് എന്ത് പ്രയോജനം? Praise the Lord. എത്രയോ ഉന്നതന്മാർ, എത്രയോ ശ്രേഷ്ഠന്മാർ ആമേൻ ഒത്തിരി സമ്പാദിച്ചു, ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചു, കാണത്തക്ക വിധത്തിൽ പലതും ആമേൻ നേടിയെടുത്തു. പക്ഷേ ആമേൻ ജീവിതം നിത്യതയിൽ എത്താതെ ആമേൻ ഇവിടം കൊണ്ട് അവസാനിക്കുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട്, ഒരു മനുഷ്യൻ ലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആണെങ്കിൽ അവൻ എന്ത് പ്രയോജനം? അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ, അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? സഭ ശ്രദ്ധിച്ചാട്ട. ആമേൻ. ചില വാതിലുകൾ നമ്മെ ലോകത്തിൽ ഉയർത്തും കേട്ടോ. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന രാജ്യത്ത്, നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ പലരെയും ഈ ലോകത്തിൽ ഉയർത്തിയ വാതിലുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ആ വാതിലുകളിലൂടെ ഉയർച്ച പ്രാപിച്ചവരൊക്കെ ആമേൻ യേശുവിൽ നിന്ന് അകന്ന് ഉള്ള ജീവിതമായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെയുള്ള ജീവിതമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ആമേൻ യേശുവിന്റെ കൂടെയാണെന്ന് അവകാശപ്പെട്ടുവെങ്കിലും ഹല്ലേലൂയ ആമേൻ അവർ തകർന്നു പോകുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ചില വാതിലുകൾ നമ്മെ ലോകത്തിൽ എന്ത് ചെയ്യും? ഉയർത്തും. ആമേൻ. നല്ല പൊസിഷനിൽ എത്തിക്കും. ആമേൻ. നല്ല സ്ഥാനങ്ങളും പദവികളും മാനങ്ങളും നൽകിത്തരും. പക്ഷേ യേശുവിൽ നിന്ന് അകന്ന് ഉള്ള ജീവിതമായിരിക്കും. ഹല്ലേലൂയ. ചില അവസരങ്ങൾ പണം തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഷ്ടം പോലെ പണങ്ങൾ സമ്പാദിക്കാനുള്ള ആമേൻ അവസരങ്ങൾ ഈ ഭൂമിയിൽ ആമേൻ ലഭ്യമാകും. പക്ഷേ പ്രാർത്ഥന നശിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ജീവിതം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ചില ബന്ധങ്ങൾ സന്തോഷം തരാം, പക്ഷേ വിശുദ്ധി കവർന്നെടുക്കും. ആമേൻ. ഹല്ലേലൂയ. തുറന്നതുകൊണ്ട് മാത്രം ആമേൻ അത് ദൈവം തന്നതാണെന്ന് ഉറപ്പില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ വാതിലുകൾ തുറക്കപ്പെട്ടവർ അല്ലേ? ആമേൻ. അതിലൂടെ ഉയർച്ച പ്രാപിച്ചവർ ഹല്ലേലൂയ പലരും ആമേൻ പെടുന്നനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ഒരിക്കൽ ആസാഫ് ആമേൻ അത് തന്നെ നോക്കി ആമേൻ താൻ സങ്കടപ്പെടുവാൻ തുടങ്ങി. ആമേൻ. ആമേൻ. പലരെയും നോക്കിയപ്പോ അവരുടെ ഉയർച്ച കണ്ടിട്ട് ആമേൻ താൻ ഒന്നുമല്ലാത്തവനായി കണ്ടു. പക്ഷേ ആമേൻ അവൻ കാണുന്നവരുടെ എല്ലാം അന്ത്യം എന്താണെന്ന് ആമേൻ പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയപ്പോൾ അവരൊക്കെ വഴുവഴുപ്പിൽ നിൽക്കുകയാ. എപ്പ വീഴണമെങ്കിലും വീഴാം, എപ്പ വേണമെങ്കിലും തകരാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഭയെ തുറന്നതുകൊണ്ട് മാത്രം അത് ദൈവം തന്നതാണെന്ന് എന്തില്ല? ഉറപ്പില്ല. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാം ഹല്ലേലൂയ തുറന്നതല്ല. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ഉള്ളത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്നുള്ളത് ഈ ലോകക്കാർക്ക് തുറക്കുന്നത് പോലെ തുറക്കപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, ഇടുക്കുവാതിലുകളിലൂടെ അകത്തു കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും നീതിയുള്ളതും വഴി വിശാലവും
വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. നോക്കിക്കേ, വിശാലമായ വാതിലും ആമേൻ വിസ്തൃതമായ വഴിയിലും പ്രവേശിപ്പി. ഹല്ലേലൂയ. നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വാതിൽ എന്താണ്? വിശാലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ ശ്രദ്ധിച്ചേ, നാശത്തിലേക്കുള്ള വാതിൽ വളരെ എളുപ്പമാണ്. ഹല്ലേലൂയ. വളരെ വേഗമാണ്. ഹല്ലേലൂയ. തിരക്ക് കൂടുതലാണ്. ഹല്ലേലൂയ. പക്ഷേ അത് യേശുവിനെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ മാനസാന്തരം ഇല്ലാതാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിത്യ ജീവിതത്തെ ആമേൻ അതേ ഇല്ലാതാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം തുറക്കുന്ന വാതിലിന്റെ അടയാളങ്ങൾ ആമേൻ വിശുദ്ധ വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ആമേൻ. വേഗത്തിൽ വായിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ആമേൻ 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ദൈവം തുറക്കുന്ന വാതിൽ, ആമേൻ, അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമാധാനം ആമേൻ കൂടെയുണ്ടാകും. ആമേൻ. ലോകം തുറക്കുന്ന വാതിലിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമാധാനമില്ല. ആമേൻ. എപ്പോ വേണമെങ്കിലും ആമേൻ അസമാധാനത്തിലേക്ക് അവരും അവരുടെ കുടുംബവും ചെന്ന് പതിക്കുവാനിടയാകും. ആമേൻ. കാലം സാക്ഷിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ആമേൻ ഉണർവിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുവാൻ അതേ വചനത്തിന്റെ അതേ ശക്തിയുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സർവശക്തനായ ദൈവം തന്റെ വചനത്തിലൂടെ ആമേൻ ചിലരോട് ഇടപെടുകയാണ്. ദൈവം തുറക്കുന്ന വാതിലിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ആമേൻ സമാധാനം കൂടെയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ പെട്ടെന്ന് ഉള്ള ഉയർച്ച വേഗത്തിലുള്ള നാശത്തിൽ കലാശിക്കുമ്പോൾ ഹല്ലേലൂയ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച വാഗ്ദത്തം പ്രാപിച്ച ദൈവജനത്തെ പടിപടിയായി ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആമേൻ ചിലരുടെ മുമ്പിൽ ചില വാതിലുകൾ തുറന്നിട്ട് ആമേൻ ആ തുറന്ന വാതിലിലൂടെ സഞ്ചരിച്ചിട്ട് ഇതുവരെ ഒരു മാറ്റം കാണുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു ഉയർച്ച കാണുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളോട് പറയാ, ചില ജീവിതങ്ങളോട് പറയാ, നിനക്ക് മുന്നമേ വിശാലമായ വാതിലുകളിലൂടെ സഞ്ചരിച്ച പലരും ഇന്ന് ഭൂമിയുടെ പരപ്പിൽ ഇല്ലാതായപ്പോ തുറക്കപ്പെട്ട ആ വഴിയിലൂടെ വിശുദ്ധിക്ക് വേണ്ടി ആമേൻ വിശ്വാസത്തിനു വേണ്ടി ആമേൻ വില കൊടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പലരും സമപ്രായത്തിലുള്ളവർ ലോകം വിട്ടുപോയപ്പോൾ കൃപയാ കഷ്ടതയുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും പ്രതിസന്ധിയും ഉണ്ടെങ്കിലും അന്നുള്ളത് നൽകി ആമേൻ മാനിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിയിലും നിന്നോട് കൂടെയുണ്ട്. ദൈവം തുറക്കുന്ന വാതിൽ അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമാധാനം കൂടെയുണ്ടാകും. ഹല്ലേലൂയ. മാത്രമല്ല മനസാക്ഷി ശുദ്ധമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനാ ജീവിതത്തിന് ഇടിവ് സംഭവിക്കത്തില്ല. ആമേൻ. പ്രാർത്ഥനാ ജീവിതം ആമേൻ മുറിഞ്ഞു പോകത്തില്ല. ആമേൻ. വിശുദ്ധി നഷ്ടപ്പെടില്ല. യേശുവിനോടുള്ള സ്നേഹം കൂടുവാൻ തക്കവണ്ണം ഇടയാകും. എന്താ കാര്യം? ആമേൻ. കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ആ നല്ല കർത്താവ് ആ കഷ്ടതയിൽ ഇറങ്ങി വന്ന അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി നിന്നെ ആശ്വസിപ്പിക്കുമ്പോ, നിന്നെ ബലപ്പെടുത്തുമ്പോ, നിന്നെ ശക്തീകരിക്കുമ്പോ ആമേൻ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഒഴുക്കിയ ആ പ്രാണപ്രിയനോടുള്ള സ്നേഹം വർദ്ധിക്കുവാനിടയാകും. ഹല്ലേലൂയ. അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം തുറന്ന
വാതിലിലൂടെ സഞ്ചരിക്കുന്നവരുടെ സ്നേഹം ആമേൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വാതിൽ നമ്മെ യേശുവിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? അകറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നത്, ആമേൻ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ ഈ കഷ്ടതയ്ക്കോ ഈ പട്ടിണിക്കോ ഈ ഉറക്കളപ്പിനോ ഈ കല്ലേറിനോ ഈ സമുദ്രത്തിനോ ഒന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിലിലൂടെ അവൻ കാൽച്ചുവടുകൾ വെച്ച് ആമേൻ ഓട്ടം ഓടി, ആമേൻ, അതെ, വേല തികച്ചു. ഹല്ലേലൂയ. ആ അഭിഷക്തൻ പറയുകയാണ്, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആമേൻ ഉലകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വാതിൽ നമ്മെ യേശുവിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? അകറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവിലേക്കാണ് അടുത്തു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില കഷ്ടതകൾ നിന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. ചില ഒറ്റപ്പെടുത്തലുകൾ നിന്നെ ദൈവത്തിങ്കിലേക്ക് യേശുവിലേക്ക് അടുപ്പിക്കുകയാണ്. ചില രോഗങ്ങൾ നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. ചില കടഭാരങ്ങൾ നിന്നെ ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യാ? അടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം, ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവയൊക്കെയും ആമേൻ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. വായിച്ചേ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. മുമ്പേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാം കഴിഞ്ഞിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ വിവാഹം അത് നടന്ന് കഴിഞ്ഞിട്ട്, എൻ്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ട്, ആമേൻ, എൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട്, എൻ്റെ പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട്, ആമേൻ, എൻ്റെ കുടുംബക്കാരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, അല്ല, എൻ്റെ വ്യക്തിപരമാകുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അല്ല കേട്ടോ. ഹല്ലേലൂയ. ആദ്യം എല്ലാറ്റിന്റെയും ആദ്യം. ആമേൻ. ഹല്ലേലൂയ. ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി പണം ഉണ്ടാക്കിയിട്ട്, ആമേൻ, നല്ല ഒരു സ്ഥലമൊക്കെ വാങ്ങിയിട്ട്, ആമേൻ, നല്ല ഒരു വീടൊക്കെ വെച്ചിട്ട്, ആമേൻ, സഞ്ചരിക്കാനുള്ള നല്ല ഒരു വാഹനമൊക്കെ വാങ്ങിയിട്ട്, ആമേൻ, എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അപ്പത്തേക്ക് മൂക്കി പഞ്ഞി വെച്ച് 6 അടി മണ്ണിലേക്ക് പോകാൻ സമയമാവും അല്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആദ്യം ആമേൻ, എല്ലാറ്റിന്റെയും ആദ്യം, ആമേൻ, ദൈവരാജ്യവും ഹല്ലേലൂയ അവന്റെ നീതിയും അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കും. ഹല്ലേലൂയ. ആദ്യം ആമേൻ മാനസാന്തരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടായിട്ടില്ലെങ്കിൽ, ആമേൻ, നീ മാനസാന്തരപ്പെടാൻ തയ്യാറായിക്കോ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. ആദ്യം മാനസാന്തരം. ഹല്ലേലൂയ. മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാതെ, ഈ ലോകക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാതെ, ഈ ലോകക്കാര് ആമേൻ ആഡംബരം, ആമേൻ, അതെ, ആഡംബരത്തിന് സമയം ചെലവഴിക്കുന്നത് പോലെ, ഈ ലോകക്കാര് പണിയുന്നത് പോലെ, ഈ ലോകക്കാര് വാങ്ങിച്ചു കൂട്ടുന്നത് പോലെ, ആമേൻ, വാങ്ങിച്ചു കൂടുവാൻ ബന്ധപ്പെടുമ്പോൾ, ആമേൻ, നീയും കർത്താവുമായിട്ടുള്ള ബന്ധം ആമേൻ കുറഞ്ഞ്, ആമേൻ, നീ ഈ ലോകത്തോട് ഇഴകിച്ചേരുകയാ. ഈ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ആമേൻ. നീ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് പോലും, ആമേൻ, നീ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് പോലും, അതിന്റെ നിറം പോലും ഈ ലോകക്കാരെ പോലാകരുതെന്ന് ആമേൻ ദൈവത്തോട് നീ ചോദിക്കണം. കാരണം ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോ ആമേൻ, നീ ആമേൻ
ഹല്ലേലൂയ നിന്റേതെന്ന് പറയുവാൻ ആമേൻ അതെ ഇടയാകുന്നതിന് മുമ്പ് ആമേൻ നിന്റെ അകത്ത് ഒരുവനുണ്ട്. അവനെ ആമേൻ കൊണ്ടു നടക്കുന്ന നീ ആമേൻ എങ്ങനായിരിക്കണമെന്ന് ആമേൻ നീ ചോദിക്കണം. ഹല്ലേലൂയ. ആമേൻ നിനക്ക് ഈ ലോകക്കാരെ പോലെ ആമേൻ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. ആമേൻ ഈ ലോകക്കാര് ആർഭാടത്തോടെ ആമേൻ അത് ജീവിക്കുന്നത് പോലെ ജീവിക്കുമ്പോ നിന്റെ അകത്ത് ഒരുവനുണ്ട്. അവൻ അസഹ്യപ്പെടുകയാണ്. അവൻ നിന്റെ അകത്ത് നിന്ന് ആമേൻ വിമ്മിഷ്ടപ്പെടുകയാണ്. ആ വിമ്മിഷ്ടമാണ് നിനക്ക് അസമാധാനമായി മാറുന്നത്. ആ വിമ്മിഷ്ടമാണ് നിനക്ക് അസ്വസ്ഥതയായി മാറുന്നത്. ആ വിമ്മിഷ്ടമാണ് നിന്നെ ആമേൻ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ അകത്ത് വസിക്കുന്നവന് വിരോധമായി നീ മാറാതെ കണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ കണ്ട് ആമേൻ മാനസാന്തരപ്പെട്ട് ആദ്യം യേശുവുമായുള്ള ബന്ധം ദൃഢമാക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒന്നാമത് ആദ്യം നിത്യജീവൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, ലോകത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ കാരണം ആമേൻ ഹല്ലേലൂയ ആമേൻ മാനവകുലത്തെ ആമേൻ നിത്യജീവനിലേക്ക് ആമേൻ കൊണ്ടുപോകുവാൻ, തിരിക്കുവാൻ, നയിക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചത് ഈ ലോകപ്രകാരം ആമേൻ ഈ ഭൂമിയിൽ ജീവിച്ച് ഹല്ലേലൂയ ഇവിടം കൊണ്ട് തീരാനല്ല, ഈ ലോകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ ദൈവത്തിന്റെ മക്കള് ഈ ലോകത്തിൽ നിന്നും ആമേൻ ദൈവരാജ്യത്തിലേക്ക് നയിപ്പാൻ. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് മാനസാന്തരം. ആമേൻ. മാനസാന്തരപ്പെട്ടാൽ യേശുവായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യണം? ദൃഢമാകണം. ഹല്ലേലൂയ. അങ്ങനെ ദൃഢമാകുന്നവർക്ക് ആമേൻ ദൈവം ഒന്നാമതായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഭൂമിയിലെ നന്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക്, യേശുവിനോട് അടുക്കുന്ന വ്യക്തിക്ക് ആമേൻ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. രണ്ടാമതാണ് ഭൂമിയിലെ നന്മ. ഹല്ലേലൂയ. പ്രിയരെ, തുറന്ന വാതിലുകൾ. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ നന്മ നൽകും കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ആമേൻ ഈ നന്മ ആമേൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ നിത്യത നഷ്ടമാക്കുവാനിടയാകരുത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതെ, ഞാൻ ഇന്ന് രാത്രി ആമേൻ ചിലരോട് ആമേൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിൽ നിന്നുള്ള വാതിലുകൾ ഈ രാത്രിയിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. മാത്രമല്ല ആമേൻ നാശത്തിലേക്ക് നയിച്ചിരുന്ന എല്ലാ വാതിലുകളും ഇപ്പോൾ അടയ്ക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറകളെ നാശത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആമേൻ നാശത്തിലേക്ക് നയിച്ചിരുന്ന എല്ലാ വാതിലുകളും ഇന്ന് രാത്രി അടയ്ക്കപ്പെടുകയാണ്. ആമേൻ. എത്ര പേര് ആമേൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ തലമുറയെ നാശത്തിലേക്ക് നയിച്ചിരിക്കുന്ന എല്ലാ വാതിലുകളും ഇന്ന് രാത്രി അടയ്ക്കപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാക്കളെ, പിതാക്കളെ ആമേൻ തലമുറയുടെ നിത്യതയെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൽ എന്തൊക്കെയോ ഏതൊക്കെയോ ആയിത്തീരണമെന്നുള്ള ചിന്താഗതിയോടുകൂടെ അവരെ അധമ പാതാളത്തിൽ തള്ളിയിട്ട് അവരെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ, സുഖലോലപതകളിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന, നാശത്തിലേക്ക് നയിച്ചിരുന്ന ആമേൻ എല്ലാ ഇരുളിന്റെ വ്യാപാര ശക്തികളും എല്ലാ വാതിലുകളും ഇന്ന് രാത്രി ഇപ്പോൾ അടയ്ക്കപ്പെടുന്നു. ആമേൻ. പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളുടെ കണ്ണുനീരിന് മറുപടിയായി സ്വർഗത്തിന്റെ കരം അതേ ചലിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ സമാധാനത്തോടു കൂടെ ആമേൻ ഹല്ലേലൂയ തുറക്കുന്ന വഴികൾ തെളിയുന്നു. ആമേൻ. ചിലരോടുള്ള ബന്ധത്തിൽ ദൈവം ചില ഡോറുകൾ ഇന്ന് രാത്രി ഓപ്പൺ ആക്കുന്നു. അതിലൂടെ സഞ്ചരിക്കുന്ന തലമുറകൾക്ക് സമാധാനമുണ്ടാകും. അതിലൂടെ സഞ്ചരിക്കുന്ന ജീവിതങ്ങൾക്ക് സമാധാനമുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ നിത്യജീവൻ ഒരു അനുഗ്രഹം കൊണ്ടും ആമേൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകത്തില്ല. ആമേൻ. ആമേൻ.
ആ ഏദനിൽ ആമേൻ ദുഷ്ടപിശാച് ആമേൻ ഒരു വഴി തുറന്നു കേട്ടോ. ആ വഴിയിലൂടെ സഞ്ചരിച്ച ആദാമിനും ഹവ്വയ്ക്കും ആമേൻ ആമേൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. നോക്കിക്കേ, ദൈവം കൊടുത്ത നന്മ, ദൈവം കൊടുത്ത വഴി ആമേൻ അവർ മറന്നെന്ന്. ആമേൻ ആമേൻ ആ നന്മ അവർ അനുഭവിക്കാതെ ദുഷ്ടൻ ആമേൻ കൊടുത്ത നന്മയും ദുഷ്ടൻ കൊടുത്ത വഴിയും ആമേൻ ആ ഏദനിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടെന്ന്. ഇന്ന് രാത്രി ആമേൻ ദൈവം കൊടുക്കാത്തത് നിന്റെ തലമുറയ്ക്ക് വേണ്ട, ദൈവം നൽകാത്തത് നിനക്ക് വേണ്ട, ഓ നിന്റെ കുടുംബത്തിന് വേണ്ട, ആമേൻ നിന്റെ സഭയ്ക്ക് വേണ്ട, ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട. ആമേൻ ആ ദാനിയേല് തീരുമാനം എടുത്തതുപോലെ, രാജാവേ, രാജാവിന്റെ ആഹാരം കൊണ്ടോ രാജാവിന്റെ വീഞ്ഞു കൊണ്ടോ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് ഉറച്ചു തീരുമാനിച്ചതുപോലെ ഇന്ന് രാത്രി എത്ര പേർ തീരുമാനിക്കും, എന്റെ തലമുറയ്ക്ക് ഈ ലോകം കൊടുക്കുന്നത് വേണ്ട, എന്റെ ആമേൻ അതേ ജീവിതത്തിൽ ഈ ലോകം നൽകുന്നത് വേണ്ട. ഹല്ലേലൂയ. ദൈവം തുറക്കുന്നത് മതി. ഹല്ലേലൂയ. ദൈവം തുറക്കുന്നത് ഈ ലോകത്തിൽ തന്നെ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ നന്മയും ഹല്ലേലൂയ നിത്യവും ഒരുമിച്ച് അനുഭവിക്കുന്ന തലമുറയായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വാതിൽ രാവും പകലും നിന്റെ മേൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആമേൻ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിൽ രാവും പകലും ഒരുപോലെ തുറന്നിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആമേൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? പരിശുദ്ധനും ആമേൻ സ്നേഹവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി കർത്താവേ. നന്മ തേടി നിത്യതയെ ഇല്ലാതാക്കുന്ന, നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലയ്ക്കകത്തു നിന്നും ഇന്ന് രാത്രി അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങളെ സ്വതന്ത്രരാക്കി. ആമേൻ. അതേ തിരികെ ആമേൻ ആമേൻ ആ നിത്യ ആമേൻ രാജ്യത്തിലേക്ക്, ഹല്ലേലൂയ, ആമേൻ ആ സ്വർഗീയ രാജ്യത്തിലേക്ക് കർത്താവെ പ്രവേശിക്കുവാൻ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ഇന്ന് രാത്രി നയിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകൾക്കായി സ്തോത്രം. അവിടുത്തെ ഇഷ്ടത്തിൽ നിന്നല്ലാത്ത നിത്യജീവനെ അപകടത്തിലാക്കുന്ന എല്ലാ വാതിലുകളും ഇന്ന് രാത്രി അവിടുത്തെ കരുണയാൽ അടച്ച് ഞങ്ങളുടെ മുമ്പിൽ സമാധാനമുള്ള, വിശുദ്ധിയുള്ള, നിത്യ ആ ജീവനിലേക്കുള്ള വാതിലുകളെ തുറക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ തലമുറകളെ ആ നിലകളിലേക്ക് തിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിത്യതയിലേക്കുള്ള വാതിലുകൾ രാവും പകലും ആമേൻ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവേ, അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ വാതിൽ, അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ വഴി, അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ജീവൻ. ഇന്ന് രാത്രി ഈ വചനം കേട്ട ഓരോ ഹൃദയത്തെയും നിത്യജീവനിലേക്ക് നടത്തണമേ. ഇന്ന് രാത്രി ശിഷ്ടായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവേ, അവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി കർത്താവേ ചെയ്യുവാൻ കഴിയുന്ന, നൽകുവാൻ കഴിയുന്ന, അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ബുദ്ധിമുട്ടുകളെ ആമേൻ തീർക്കുന്ന ആ നല്ല കർത്താവാം ദൈവമേ, ഇന്ന് രാത്രി ആവശ്യഭാരത്തോടായിരിക്കുന്ന അവിടുത്തെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശ്വസിക്കും, എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല.
നന്മയെ മുടക്കാൻ നോക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളെയും എല്ലാ പൈശാചിക മേഖലകളെയും ഇന്ന് രാത്രി സ്വർഗം ആമേൻ നീക്കി നന്മയ്ക്കായി കർത്താവേ അവിടുന്ന് വാതിലുകൾ തുറന്ന് ആമേൻ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഇന്ന് രാത്രി ആമേൻ അതേ വലുതും വിശാലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. വലുതും വിശാലവും വാതിൽ തുറന്നു, എൻ ദൈവം മുന്നിൽ നടക്കുന്നു. അടഞ്ഞ വഴികൾ മാടിപ്പോകുന്നു, പുതിയ കാലം ആരംഭിക്കുന്നു. ഭയത്തിന്റെ ചങ്ങലകൾ പൊളിഞ്ഞിടുന്നു, നിരാശയുടെ രാത്രി അകലുന്നു. യേശു എൻ മുമ്പിൽ വാതിലാകുന്നു, ജീവൻ എന്നുള്ളിൽ ഒഴുകുന്നു. രാവും പകലും തുറന്ന വാതിൽ, കൃപയുടെ വഴി ഞാൻ കാണുന്നു. ഈ ജീവിതം ഇനി പഴയതല്ലേ, എൻ ദൈവം എന്നെ ഉയർത്തുന്നു. God bless you. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ ആമേൻ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആമേൻ നമുക്ക് ദൈവം നൽകുന്ന ആയുസ്, ആരോഗ്യം ദൈവ നാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, മഹിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. ലോകം അവസാനിക്കാറായി. ആമേൻ. മനുഷ്യപുത്രൻ ആമേൻ ഹല്ലേലൂയ അതേ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. ആമേൻ. അതേ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അന്ത്യകൽപ്പനയായിരിക്കുന്ന കർത്താവിന്റെ ആ കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാക്കാൻ ദൈവം അനുവദിച്ചാൽ വീണ്ടും കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവമായി കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു അഗൈൻ.